വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗപ്പു മഞ്ച യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടലില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മളെ വയനാട് ട്രിപ്പല്ലായതുകൊണ്ട് ഒരു വീഡിയോ ഇന്ന് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായി, അതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ റിസോർട്ടിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. റിസോർട്ടിലത്തെ ഇന്നലത്തെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സിബ് ഇല്ലാത്ത ലൈനെല്ലാം കയറാമെന്നിട്ട് ഇവരെല്ലാം പെയിൻറ്റർമാരെല്ലാം പറയുന്നുണ്ട്. നമ്മൾ സിബ് ലൈനിൽ കയറാനുള്ള പ്ലാനിൽ അതാ സിബ് ലൈൻ ഉണ്ട്, എന്തെല്ലാം സ്വിങ് ഉണ്ട്, എന്ത് പ്ലാന്റേഷൻ റൈഡ് ഉണ്ട്. അങ്ങനെ കയറാനുള്ള പ്ലാനിൽ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ കാണണേ. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട്, ജീപ്പിലാണ് മലമുകളിലേക്ക് കയറിപ്പോകുന്നുള്ളത്. നല്ല വൈബുള്ള സ്ഥലം. കുറേ മുകളിലെത്തി ഞങ്ങൾ വന്നിട്ട്. അങ്ങനെ സിബ് ലൈനിൽ കയറാനുള്ള പ്ലാനിങ്. അങ്ങനെ സിബ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ള നെഞ്ഞി പറക്കുന്നുണ്ട് കേട്ടാ. ഒരുമാതിരി പേടിച്ചിട്ട് ഒരുമാതിരി ആയിട്ടുണ്ട്. ആദ്യമായിട്ട്, ഇനി മുന്നേ സിബ് ലൈനിലൊന്നും കയറിയിട്ടൊന്നുമില്ല ഞാൻ. മൊത്തത്തിലൊരു പേടി. അങ്ങനെ കണ്ണ് ചിമ്മിയിട്ട് ഒറ്റപ്പിടുത്തം. പേടിച്ച് വറക്കുന്നുണ്ട്, ചെല്ലിയിട്ട് ഗുണമില്ല. തുടങ്ങുന്ന കേട്ടാ. കണ്ണ് മീച്ചിട്ടാ ഈ പോക്ക് പോകുന്ന കണ്ടില്ലേ, കണ്ണ് മീച്ചിട്ടാ. അത്ര പേടി ഭയം. അങ്ങനെ ഞമ്മ പോയത് പിന്നെ രണ്ടാമത് താഴെ കൂടിയിട്ടാണ് റിട്ടേൺ വന്ന്. ഇനിയിപ്പോൾ രാജേഷ് അവരെല്ലാം പോകുന്നുണ്ട്. ഇത് വീഡിയോ എടുത്ത ഞാനല്ല, ഞങ്ങൾ പോയ ശേഷം നമ്മളെ കൂടെയുള്ള വേറൊരുത്തൻ തലയില്ല മാത്രം. ഒരു വീഡിയോയിലും തല കാണുന്നില്ല ഒരാളും. എല്ലാവരും നെഞ്ഞി തള്ളുന്നു. പക്ഷെ സൈക്കിൾ റൈഡ് ഉണ്ട്, അതിനേക്കാളും ഭയാനകരം. ചെല്ലിയിട്ട് ഗുണമില്ല.
രാജേഷ് ഭയങ്കര ഹാപ്പിയിലല്ലോ പോയത്. ഇതാ 100 സൈക്കിൾ റൈഡ് നോക്കിയല്ല, നല്ല മജയില പോകുന്നുണ്ട് 100. സൈക്കിൾ റൈഡ് ഒരാൾ സിംഗിളായിട്ട് മാത്രം പോകാൻ പറ്റൂത്ര. വരുമ്പോൾ 2 ആൾക്ക് ഒന്നിച്ച് വരാൻ പറ്റുന്നു. അങ്ങനെ നെക്സ്റ്റ് സാധി നെഞ്ഞ് വറുക്കുന്നെന്ന് പറയുന്നുണ്ട്. സാദിൻ്റെ സൈക്കിൾ റൈഡാണ് നെക്സ്റ്റ്. അങ്ങനെ നമ്മൾ എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ പോകാനുള്ള പ്ലാനിലുള്ള കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോയിട്ട് ഗേറ്റിൻ്റെ അവിടെ എത്തി. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാനുള്ള ചെറിയൊരു മറ്റേ തടാകമല്ലായിട്ടുള്ള സ്ഥലത്ത്, ഇപ്പോൾ പേര് ജാബിയന്ത്ര പേരത്. നമ്മളെല്ലാവരും വണ്ടിയൊന്നും സൈഡ് പാർക്കിങ്ങിനുള്ള സൗകര്യമൊന്നുമില്ല. അങ്ങനെ അവിടെ പോയിട്ട് റിട്ടേൺ വരുന്നുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര ആൾക്കാരായതുകൊണ്ട് എന്താ തടാകം കാണുന്നുണ്ട് രാവിലെ കൂടിയിട്ട്. ഭയങ്കര ആൾക്കാരുണ്ട് അവിടെ. എല്ലാവരും കൂടെയുണ്ട്. റാസിക്കും ഇവിടെ ഒരു വരക്കുന്ന ആളുണ്ട്. നമ്മളെ ഫോട്ടോസ് കൊടുത്താൽ നമ്മളെ പോലെ തന്നെ വരച്ച് കാട്ടിക്കും. അങ്ങനെ അത് വീഡിയോ എടുക്കാൻ വേണ്ടി അയാളിങ്ങനെ ജസ്റ്റ് കൊട മറയാക്കി എങ്കിലും ഞാൻ എടുത്ത് കുറച്ച് എന്താ അയാൾ വരക്കുന്നുണ്ട. ആ ഫോണിലുള്ള ഫോട്ടോസ് കറക്റ്റായിട്ട് ആ കുഞ്ഞിൻ്റെ ഫോട്ടോ അയാൾ വരക്കുന്നുണ്ട്. കറക്റ്റായിട്ട് വരക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ആൾക്കാരെല്ലാം കൂടുതലായിട്ട് നമ്മൾ റിട്ടേൺ പോകാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റിട്ടേൺ പോയിട്ട് ഇവിടെ പോയി നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ നെക്സ്റ്റോ ആടെ ഫുഡ് കോർട്ടിൽ പോയി ജസ്റ്റ് കുറച്ച് വീഡിയോ എല്ലാം എടുക്കാനുള്ള പ്ലാനിൽ അങ്ങനെ പോയിട്ട് അവിടെ പോയി ഫുഡ് കോർട്ടിൽ കുറച്ച്
അല്ലറ്റ്സിലൊരു ഓഫറുള്ള ഐറ്റംസ് എല്ലാം എല്ലാവരും പർച്ചേസ് ചെയ്ത് ടോയ്സ് പോയിട്ട് അതിൽ നിന്നെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പർച്ചേസ് ചെയ്തതെല്ലാം ഇവരെല്ലാം ബിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ചെറിയ പർച്ചേസ് എല്ലാം ചെയ്ത് ഞങ്ങൾ പോകാനിറങ്ങും. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ. അങ്ങനെ പോകാനിറങ്ങി ലിഫ്റ്റിലേക്ക് കൂടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ വീണ്ടും ചെറിയ മട്ടത്തിൽ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇനി നൈറ്റ് ബസ്സിലൊരു ചെറിയൊരു വൈബ് എടുത്തിട്ടുണ്ട്. ഫുള്ള് ഡാൻസ് പാട്ടെല്ലാം വെച്ചിട്ടുള്ള ഒരു തുള്ളൽസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പാട്ട് ഇതിലിടാൻ കോപ്പിറൈറ്റ് ആകുന്നതുകൊണ്ട് ഇത് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ എല്ലാവരും ബൈ. വീണ്ടും ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, ഫുൾ വീഡിയോ കാണണേ. ബായ്.